ഇനിയുള്ള 15 ദിവസങ്ങളിൽ നിങ്ങൾ പലതും മറന്നാലും ഒരു കാര്യം എന്തായാലും ചെയ്തിരിക്കണം. അതെന്താ ചോദിച്ചാൽ മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അത് ചാപ്റ്റർ വൈസ് അല്ല, ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതെങ്ങനെ വേണം? എക്സാം ഹോളിൽ എഴുതുന്ന പോലെ കൃത്യമായിട്ട് 3 മണിക്കൂർ എടുത്തിട്ട് ഒരു OMR ഡ്യൂപ്ലിക്കേറ്റ് ഷീറ്റൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ബബിൾ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു എക്സാം അന്തരീക്ഷം പ്രിപ്പയർ ചെയ്തുകൊണ്ട് മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനിയുള്ള 2 ആഴ്ച സമയം മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നിടവിട്ടെങ്കിലും മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. ഇനി ഒരു 2 ആഴ്ച 14 ദിവസം ഉണ്ടെങ്കിൽ 7 മോക്ക് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് 7 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്യും, ഇക്വേഷൻ റിവൈസ് ചെയ്യും, നിങ്ങൾ ബയോളജി വായിക്കും, കെമിസ്ട്രി മെക്കാനിസം ഒക്കെ റിവൈസ് ചെയ്യും. പക്ഷേ ഇതെത്രമാത്രം തലയിലുണ്ട്, ഇക്വേഷൻസുകൾ, കൺസെപ്റ്റുകൾ, അതെത്രമാത്രം നിങ്ങളുടെ തലയിലുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഇന്നിപ്പോൾ റിവൈസ് ചെയ്തു എന്നിരിക്കട്ടെ, ഇന്ന് റിവൈസ് ചെയ്താൽ നാളെ എന്തെടുക്കുക? മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. മറ്റന്നാൾ റിവൈസ് ചെയ്താൽ 4ാമത്തെ ദിവസം വീണ്ടും മോക്ക് എക്സാം എഴുതുക. മോക്ക് എക്സാം എഴുതാൻ ഒരു 3 മണിക്കൂർ ചിലവാകും. ഇതിൽ അറിയാത്ത കുറേ ക്വസ്റ്റ്യൻ കാണും. ഇതിൽ അറിയാത്ത ക്വസ്റ്റ്യങ്ങൾ മനസ്സിലാക്കാൻ വീണ്ടും ഒരു 3 മണിക്കൂർ ചിലവാക്കുക. 6 മണിക്കൂറേ ഒരു ദിവസം മോക്ക് എക്സാമിന് പോകുള്ളൂ. ബാക്കി സമയം നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഉറക്കത്തിന് ശേഷമുള്ള ബാക്കി സമയം നിങ്ങൾക്ക് പഠിക്കാം. ഇന്ന് നിങ്ങൾ റിവൈസ് ചെയ്തു എന്നിരിക്കട്ടെ, നാളെ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ? 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 6 മണിക്കൂർ മാത്രമേ മോക്ക് എക്സാമിന് പോകൂ. 3 മണിക്കൂർ എക്സാം എഴുതാൻ, 3 മണിക്കൂർ അതിലേക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ. കിട്ടാത്ത ക്വസ്റ്റ്യൻ ചെയ്യാതെ വേറെ ഒന്നും പഠിക്കാൻ നിൽക്കല്ലേ. മോക്ക് എക്സാം എഴുതി, സാർ ഇത്രയും സ്കോർ ഉണ്ട്, മനസ്സിലായി, ആ പേപ്പർ മടക്കി വെച്ചു, അതെങ്ങനെ ശരിയാകും? ആ പേപ്പറിനുള്ളിൽ 720 നിങ്ങൾക്ക് കിട്ടിക്കാണുമോ? ഇല്ല. 150 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നതാണോ? അല്ല. അറിയാത്ത ക്വസ്റ്റ്യനുകളുമുണ്ട്. ആ അറിയാത്ത ക്വസ്റ്റ്യനുകളിൽ മനസ്സിലാക്കാൻ, ചെയ്ത് നോക്കാൻ നിങ്ങൾ ഒരു 3 മണിക്കൂർ എക്സ്ട്രാ വേണമെങ്കിൽ കൊടുത്തോ. ആ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയാത്ത ക്വസ്റ്റ്യനുകൾ മോക്ക് എക്സാമിൽ അറ്റൻഡ് ചെയ്യുക. മോക്ക് എക്സാം എഴുതുന്ന ദിവസം, മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ദിവസം അതിൽ അറിയാത്ത ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേണം ബാക്കി എന്തും പഠിക്കാൻ. ഞാൻ എപ്പോഴും പറയും, മോക്ക് എക്സാം എഴുതുക മാത്രമല്ല, റാങ്കും സ്കോറും കൂട്ടി നോക്കലല്ല പരിപാടി. നമുക്ക് അറിയാത്ത അതിലെ ക്വസ്റ്റ്യനുകൾ മനസ്സിലാക്കുക, കൺസെപ്റ്റ് എവിടെ വീക്ക് അത് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. അതാണ് മോക്ക് എക്സാമിൻ്റെ മെയിൻ സാധനം. ഒരു റിവിഷൻ മെത്തേഡാണ് അത്. മോക്ക് എക്സാം ഈസ് എ റിവിഷൻ മെത്തേഡ്. പഠിച്ചതൊക്കെ എത്രമാത്രം തലയിലുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് മോക്ക് എക്സാം. 6 മണിക്കൂർ മോക്ക് എക്സാമിന് പോയി, 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങി, ബാക്കിയുള്ള 12 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാം. അതിൽ 2 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പരിപാടിക്കൊക്കെ പോയി നിൽക്കട്ടെ, റെസ്റ്റ് എടുക്കാനും ബ്രേക്ക് എടുക്കാനും ഒക്കെ. ബാക്കി 10 മണിക്കൂർ നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യാം. റിവിഷൻ മോക്ക്, റിവിഷൻ മോക്ക്, റിവിഷൻ മോക്ക്. അതാണ് മക്കളെ ഇനി നമ്മുടെ മുദ്രാവാക്യം. ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടും. മോക്ക് എക്സാമിൽ എന്തു ആയിക്കോട്ടെ, സ്കോർ എന്തു ആയിക്കോട്ടെ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മോക്ക് എക്സാമിൽ റാങ്കും മാർക്കും ഒക്കെ കുറഞ്ഞോട്ടെ, നിങ്ങൾ എവിടെയും പരാജയപ്പെടുന്നില്ല. നീറ്റ് എക്സാമിൽ നിങ്ങൾ തോറ്റുപോകുന്നില്ല. പക്ഷേ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, എന്നെ കൊണ്ട് ഡോക്ടറാകാൻ കഴിയില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, നീറ്റ് എക്സാം എന്ന് കരുതി ബുക്കും അടച്ചു വെച്ച് നിങ്ങൾ കരയുന്ന മൊമെൻ്റ് ഉണ്ടല്ലോ, അന്ന് നിങ്ങൾ നീറ്റ് എക്സാമിൽ പരാജയപ്പെട്ടു പോയി. എന്താണ് മിസ്റ്റേക്ക്? അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. വേറെ ആരോടും കോമ്പറ്റീഷൻ വേണ്ട. അവന് മോക്ക് എക്സാമിൽ നല്ല മാർക്കായിരിക്കും, നല്ല റാങ്ക് ആയിരിക്കും. നല്ല റാങ്ക് ആയിക്കോട്ടെ, മൈൻഡ് ആക്കണ്ട. നമ്മുടെ എക്സാമിൽ നമ്മൾ എഴുതിയിൽ എന്താണോ മിസ്റ്റേക്ക്, എന്താണോ പ്രോബ്ലം, ഏതാണോ വീക്ക് ടോപ്പിക്, ഏതാണോ വീക്ക് ഏരിയ, അത് മനസ്സിലാക്കി മുമ്പോട്ട് പഠിക്കാൻ ശ്രമിക്കുക. മോക്ക് എക്സാമിൻ്റെ മെയിൻ സാധനം പലരും റാങ്ക് വിലയിരുത്താനാണെന്ന് പറയും. അല്ല, മോക്ക് എക്സാമിൻ്റെ മെയിൻ പരിപാടി എന്താ അറിയാമോ? ഏതാണോ നമുക്ക് വീക്ക് ഏരിയകൾ അത് കണ്ടെത്തി സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മോക്ക് എക്സാം. ഞാൻ പറയാം, റിവിഷൻ ചെയ്യുന്നു, മോക്ക് എക്സാം എഴുതുന്നു, ബാക്കിയുള്ള സമയം റിവിഷൻ ചെയ്യുന്നു. റിവിഷൻ മോക്ക്, ബാക്കിയുള്ള സമയം റിവിഷൻ, റിവിഷൻ മോക്ക്, റിവിഷൻ മോക്ക്, റിവിഷൻ മോക്ക്. മെയ് 2 വരെ നിങ്ങളിങ്ങനെ വേണം പോകാൻ. മെയ് 3 രാവിലെ ബയോളജി എടുത്ത് വായിക്കുക, എക്സാമിന് പോവുക. എക്സാമിൻ്റെ അന്ന് രാവിലെ ബയോളജിയെ വായിക്കാൻ പാടുള്ളൂ കേട്ടോ. തലേന്ന് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വീണ്ടും വായിച്ച് വെക്കുക. ഓക്കെ, വേണമെങ്കിൽ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഫിസിക്സിൻ്റെ ഫോർമുല ഷീറ്റോ ഒരു പേജോ, അല്ലെങ്കിൽ കെമിസ്ട്രീൻ്റെ ഒരു ഫോർമുല ബുക്കോ ഒരു പേജോ ഒക്കെ ഇങ്ങനെ കരുതി വെക്കുക. എന്നിട്ട് അത് വായിച്ച് എക്സാം ഹോളിൽ പോവുക. ഓക്കെ, മോക്ക് എക്സാം മക്കളെ അത്ര ഇമ്പോർട്ടൻ്റ് ഞാൻ പറയുകയാണ്. മോക്ക് എക്സാം ഒരു റാങ്ക് നോക്കാനല്ല. 500 സാറേ മോക്ക് എക്സാം എഴുതി 720 600 ഉണ്ട് കേട്ടോ, ആ മാർക്ക് പറയാനല്ല മോക്ക് എക്സാം. 600 ഉള്ളെങ്കിൽ ബാക്കി 120 പോയത് എവിടെയാണ് എന്ന് കണ്ടെത്താനാണ് മോക്ക് എക്സാം. മക്കളെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട.
മോക്ക് എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോയെന്ന് കരുതി നിങ്ങൾ എവിടെയും തോറ്റു പോകുന്നില്ല. വീണ്ടും മിസ്റ്റേക്കൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് വാ. ഒരു കൊല്ലമായിട്ട് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യല്ലേ. ഇത്രയും ദൂരം നിങ്ങൾ ഓടിയെത്തിയില്ലേ, ഇനി തളർന്നു പോകരുത്. ഇനി ബുക്ക് അടച്ചു വെച്ചിരുന്ന് കരയരുത് മക്കളെ. നേടിയെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അത് നമുക്ക് സമാധാനത്തിൽ റെസ്റ്റ് എടുക്കാം. കമോൺ ഗൈസ്, മോക്ക് എക്സാം റിവിഷൻ, റിവിഷൻ മോക്ക് എക്സാം, റിവിഷൻ മോക്ക് എക്സാം. മോക്ക് എക്സാം റാങ്ക് കൂട്ടാനുള്ളതല്ല. 720-ൽ 600 കിട്ടിയിട്ടുള്ളെങ്കിൽ ആ 120 എവിടെ പോയി എന്നറിയാനാണ് മോക്ക് എക്സാം.